കേരളത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നു എന്നത് വരുമ്പോൾ തന്നെയാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ടായി. അതായത് സുപ്രീം കോടതിയിൽ നിന്നാണ് അത് വന്നത്. സുപ്രീം കോടതി വളരെ രോഷത്തോടെ മമതാ സർക്കാരിൻ്റെ പിടിപ്പുകേടിനെതിരെ അല്ലെങ്കിൽ പ്രതികൾക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന നടപടിക്കെതിരെ അവിടെ ഉയരുന്ന ഡോക്ടർമാരുടെ പ്രതിഷേധ സമരം, അതുപോലെ നാട്ടിലെ അവിടുത്തെ ശക്തമായ സമരങ്ങൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലൊക്കെ കൂടിയാണ് സുപ്രീം കോടതി മമതാ സർക്കാരിനെ കൊൽക്കത്ത വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ തുടർന്ന് പ്രതികരിച്ചു. അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരള മോഡൽ മാതൃകയാക്കണം. അതായത് നമ്മളെ എല്ലാം വേദനിപ്പിച്ച നിർഭാഗ്യകരമായ സംഭവമാണ് വന്ദനാദാസിൻ്റെ കൊലപാതകം. അതേ തുടർന്ന് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിലനിന്ന നിയമത്തെ അടിയന്തരമായി ഭേദഗതി ചെയ്ത് കർക്കശമാക്കിയ കേരളത്തിൻ്റെ ഒരു നടപടി ഉണ്ടായിരുന്നു. അതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പരാമർശിച്ചത്. ആ നിലയിലേക്ക് മാറണം, രാജ്യത്താകെ അതുണ്ടാകണം എന്നാവശ്യപ്പെട്ടിട്ടും ആരോഗ്യ പ്രവർത്തകർ ദില്ലിയിലടക്കം സമരം ചെയ്തിട്ടും കേന്ദ്ര സർക്കാർ ആ വഴിക്ക് പ്രതികരിക്കുന്നില്ല എന്ന് അക്കാലത്ത് വളരെ വലിയ വിമർശനമുണ്ടായിരുന്നു. ബംഗാൾ സർക്കാർ ആ നിലയിൽ വിമർശനം നേരിട്ടു. അപ്പോഴാണ് ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഈ നീക്കത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പരാമർശിച്ചത് എന്നത് ഞാൻ ഈ ആരോഗ്യ സെമിനാറിൻ്റെ പശ്ചാത്തലത്തിൽ സാന്ദർഭികമായി പറഞ്ഞതാണ്. പക്ഷേ ആ പറഞ്ഞതിന് മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇപ്പോഴും കത്തി നിൽക്കുകയാണ് കൊൽക്കത്ത RG കൗർ മെഡിക്കൽ കോളേജിൽ ആ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ സംഭവത്തിൽ മമതാ സർക്കാരിനെതിരെ ശക്തമായ വിമർശനം, എതിർപ്പ്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കേസ് അട്ടിമറിക്കാൻ മമതാ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, നാൾക്കുനാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മമതാ സർക്കാരിനെതിരായ ജനരോഷം അതിശക്തമാവുകയാണോ? ഒരു സർക്കാരിന് കീഴിലുള്ള പോലീസ് സംവിധാനം തന്നെ തെളിവുകൾ നശിപ്പിക്കുന്നതിന്, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കേസിലെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ള തരത്തിലുള്ള ശക്തമായ വിമർശനമാണോ ഇപ്പോഴും നേരിട്ടുകൊണ്ടേയിരിക്കുന്നത് ബംഗാളിലെ മമതാ സർക്കാർ? ശരത്ത്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. മമതാ സർക്കാരിനെതിരെ വലിയ തലത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ബംഗാളിൽ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനടക്കം മമതാ സർക്കാർ ശ്രമിക്കുന്നു എന്നൊരു വിമർശനം തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വലിയ തലത്തിലുള്ള ജനകീയ പ്രക്ഷോഭമടക്കം മമതാ സർക്കാരിനെതിരെ ബംഗാളിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനിടയിൽ CBI അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സന്ദീപ് ഘോഷിനെ രണ്ടാം ഘട്ട നുണ പരിശോധനയ്ക്കും വിധേയമാക്കിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സഞ്ജയ് റോയ്, മുഖ്യപ്രതി സഞ്ജയ് റോയ് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബലാത്സംഗത്തിന് ശേഷം കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്ന ഒരു കുറ്റസമ്മതമാണ് നുണപരിശോധനയിൽ സഞ്ജയ് റോയ് നടത്തിയിട്ടുള്ളത്. ഇതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി നേരത്തെ ഈ ഒരു ഹർജി സ്വമേധയാ കേസെടുത്ത് വാദം നടക്കുന്ന സാഹചര്യത്തിൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിരുന്നു. ഇന്ന് ആ ദേശീയ ടാസ്ക് ഫോഴ്സ് യോഗം ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ വേണമെന്നതടക്കം ഈ ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ ചർച്ചയാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ യോഗം ഇന്ന് ചേരുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ബംഗാളിൽ ആഞ്ഞടിക്കുന്നത്. അതിൽ യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് SFIയും DYFIയും ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള സമരരംഗത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത്തരത്തിൽ ഇവരൊക്കെ തന്നെ ഒരു ജനകീയ പ്രതിഷേധമായിട്ടാണ്, മമതയ്ക്കെതിരെ ഒരു ജനകീയ പ്രതിഷേധമായിട്ടാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ശരത്. ശരി, വിഷ്ണുവാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.